ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭജനദീപം പ്രാർത്ഥനാ പരമ്പരയുടെ 5-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സമാധാനത്തിനും ദാമ്പത്യ ബന്ധങ്ങളിലെ ഐക്യത്തിനും മക്കളുടെ നന്മയ്ക്കും വേണ്ടിയാണ്. ഒരു വീടിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവിടെ വസിക്കുന്ന ദൈവിക സമാധാനമാണ്. തർക്കങ്ങളും പിണക്കങ്ങളും മാറി സ്നേഹവും ഒത്തൊരുമയും നമ്മുടെ ഭവനങ്ങളിൽ നിറയാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ തിരുവചനം ജോഷ്യ 24:15. തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമേര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുന്നത് ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്ന കുടുംബങ്ങളിൽ മാത്രമേ യഥാർത്ഥ സന്തോഷം നിലനിൽക്കുകയുള്ളൂ. മാതാപിതാക്കളും മക്കളും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വർഗരാജ്യം തുറക്കപ്പെടുന്നു. അബ്രഹാത്തിൻ്റെയും സാറയുടെയും കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ കുടുംബങ്ങളെയും ഇന്ന് തൊടാൻ പോവുകയാണ്. സങ്കീർത്തനം 128:3 തിരുവചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാര്യ നിന്റെ വീടിൻ്റെ അന്തഃപുരത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ കുടുംബം അനുഗ്രഹീതമാണ്. ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം, സൽഗുണങ്ങളുള്ള മക്കളും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ സമാധാനം നശിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെയോ വഴക്കിൻ്റെയോ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അസ്വസ്ഥതകളാൽ തളർന്നിരിക്കുന്ന ഭവനങ്ങൾ ഇന്ന് സന്തോഷത്താൽ നിറയട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹവും വിശ്വസ്തയും വർദ്ധിപ്പിക്കണമേ. പൊരുത്തക്കേടുകൾ മാറി അവർ ഏക മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ കൃപ നൽകണമേ. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ദൈവവഴിയിൽ വളരാനും ഇടയാകട്ടെ. വഴിതെറ്റിപ്പോയ മക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. കടബാധ്യത മൂലമോ രോഗങ്ങൾ മൂലമോ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകണമേ. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഓരോ വീടിനും കാവലായിരിക്കട്ടെ. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഭജനദീപം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം ഇടപെടലുണ്ടാകും. വിശ്വസിക്കുക. ദൈവത്തെ കണ്ണും പൂട്ടി സ്നേഹിക്കുക. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കാതെ ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, കരുണ തോന്നണം. നമ്മുടെ മക്കളെ, കുടുംബങ്ങളിലുള്ളവരെ, ഭാര്യ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. കൃപ നൽകാൻ പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.